സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീരാമാവതാരം, കൗസല്യാസ്തുതി, ബ്രഹ്മസ്തുതി, സമർപ്പണം, മംഗളശ്ലോകങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ഭാഗങ്ങൾ. തൻ്റെ ഗുരുവായ വസിഷ്ഠൻ്റെ നിയോഗമനുസരിച്ച് രാജാവ് ദശരഥൻ വിഭാണ്ഡകൻ്റെ മകനായ ഋഷിശൃംഗനെ വരുത്തി സരയൂ നദീതീരത്ത് യാഗശാല പണിത് രാജാവ് യാഗദീക്ഷ സ്വീകരിച്ച് അശ്വമേധയാഗം നടത്തി. അനന്തരം താമസന്മാരുമായി ആലോചിച്ച് വിശ്വനായകന് സമനായ ദശരഥൻ വിശ്വനാഥനായ വിഷ്ണു അവതരിക്കുന്നതിനായിട്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഋഷ്യശൃംഗനെ കൊണ്ട് പുത്രകാമേഷ്ടി കർമ്മം നടത്തി. അങ്ങനെ ഋഷ്യശൃംഗൻ നടത്തിയ ഹോമം കൊണ്ട് ദേവന്മാർ സന്തുഷ്ടരായി. അഗ്നിദേവൻ പായസം നിറച്ച ഒരു സ്വർണ്ണപാത്രവും കയ്യിലേന്തി ഹോമകുണ്ടത്തിൽ പ്രത്യക്ഷനായി. ദേവനിർമ്മിതമായി പായസം നിനക്ക് പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞു പായസം ദശരഥനെ ഏൽപ്പിച്ചിട്ട് അഗ്നിദേവൻ മറിഞ്ഞു. അങ്ങനെ ഋഷിശൃംഗൻ്റെ ആജ്ഞ അനുസരിച്ച് പായസം സ്വീകരിച്ചിട്ട് മഹാരാജാവ് താപസന്മാർക്ക് ദക്ഷിണ നൽകി നമസ്കരിച്ചു. അനന്തരം ദശരഥൻ ഭാര്യമാർക്ക് പായസം പകുത്തു കൊടുത്തു. അങ്ങനെ രാജാവ് സന്തുഷ്ടനായി. പ്രതികൾക്കൊക്കെ ആനന്ദം പകർന്നുകൊണ്ട് രാജ്ഞികൾ മൂവരും ഗർഭം ധരിച്ചു. അതറിഞ്ഞ ദശരഥൻ ബ്രാഹ്മണരെ വരുത്തിയിട്ട് ഗർഭരക്ഷയ്ക്കുള്ള ജപഹോമാദികൾ ദിവസവും നടത്തി. ഗർഭജനങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചിട്ട് രാജാവിന് പത്നിമാരോടുള്ള ഉൾപ്രേമവും വർദ്ധിച്ചു വന്നു. രാജ്ഞിമാരുടെ ആഭരണങ്ങളും വിപ്രന്മാർ തുടങ്ങിയ പ്രജകൾ, ഭൂമിദേവി, ദേവന്മാർ തുടങ്ങിയവരുടെ ദുഃഖവും നാൾക്ക് നാൾ കുറഞ്ഞു വന്നു. രാജ്ഞിമാരുടെ തേജസ്സു വർദ്ധിച്ചു. അവർക്ക് സീമന്തം, പുംസവനം തുടങ്ങിയ ചടങ്ങുകളും വിധിപ്രകാരം യഥാകാലം ചെയ്തു. ജനങ്ങൾക്ക് മതിയാവോളം ദാനവും നൽകി. ഇനി ശ്രീരാമാവതാരം എന്ന ഭാഗം നോക്കാം. ഗർഭകാലം പരിപൂർണമായപ്പോൾ 4 കുമാരന്മാർ പിറന്നു. കർക്കിടക ലഗ്നത്തിൽ ചന്ദ്രനോടുകൂടി വ്യാഴം, മേടത്തിൽ ആദിത്യൻ, തുലാത്തിൽ ശനി, മീനത്തിൽ ശുക്രൻ, മകരത്തിൽ കുജൻ, ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ പുണർദം നക്ഷത്രവും നവമി തിഥിയും ചേർന്ന ശുഭദിനത്തിൽ ലോകനാഥനായ മഹാവിഷ്ണു കൗസല്യയുടെ മകനായിട്ട് അവതരിച്ചു. കൈകേയി പൂയ നക്ഷത്രത്തിൽ ഒരു പുത്രനെയും അടുത്ത ദിവസം സുമിത്ര 2 പുത്രന്മാരെയും പ്രസവിച്ചു. പരമാത്മാവും ലോകനാഥനും ജനനമില്ലാത്തവനുമായ ഭഗവാൻ നാരായണൻ തൻ്റെ ചിഹ്നങ്ങളോടുകൂടി കൗസല്യയുടെ മുമ്പിൽ പ്രത്യക്ഷനായി. കോടി സൂര്യന്മാരുടെ തേജസ് അവിടെ നിറഞ്ഞു. ബ്രഹ്മാവ്, സനകാദികൾ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ മുതലായവരാൽ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപം കൗസല്യ തൻ്റെ മുമ്പിൽ കണ്ടു. നിർമ്മലമായ കിരീടം, മനോഹരമായ തലമുടി, ശോഭയുള്ള കുറുനിര, കാരുണ്യാമൃതരസം നിറഞ്ഞ കണ്ണുകൾ, ചെമ്മന്ന പട്ട് ധരിച്ച അരക്കെട്ട്, ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ വിലസുന്ന 4 കൈകൾ, ശംഖുപോലെ അഴകേറിയ കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നം, മാറിലെ ശ്രീവത്സം എന്ന മറുക്, കുണ്ടലം, മുത്തുമാല, അരഞ്ഞാൻ, പാദസരം തുടങ്ങിയ ആഭരണങ്ങൾ, ചന്ദ്രമണ്ഡലം പോലെയുള്ള മുഖം, പണ്ട് 3 ലോകങ്ങളെയും വളർന്ന പാദകമലങ്ങൾ, ഇവയോടുകൂടി തൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായ രൂപം മോക്ഷദായകനും ലോകസാക്ഷിയും പരമാത്മാവുമായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൗസല്യ ആനന്ദത്തോടെ തെരുതരെ സ്തുതിച്ചു തുടങ്ങി. ഇനി കൗസല്യ സ്തുതിയാണ്. ദേവദേവ, ശംഖ്, ചക്രം, ഗദ, പങ്കജം എന്നിവ ധരിക്കുന്നവനെ, വാസുദേവ, മധുസൂദന, നരകാരി, ശൗരേ, ലോകനാഥ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. നിന്തിരുവടിയുടെ മായാദേവിയെ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയത്തെ ആശ്രയിച്ച് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മഹാവിദ്വാൻമാർക്ക് പോലും അറിയാൻ പ്രയാസമത്രേ. അങ്ങ് പരാപരനും പരബ്രഹ്മവുമാണ്. പരിപൂർണനും അച്യുതനും അനന്തനും അവ്യക്തനും അവ്യയനും ഏകനും നിശ്ചലനും അതുല്യനും മോക്ഷദായകനും നിത്യനും പരിശുദ്ധനും രോഗമില്ലാത്തവനും നിർവികാരനും ഒന്നിനോടും ബന്ധമില്ലാത്തവനും ദുഃഖമില്ലാത്തവനും അഹങ്കാരമില്ലാത്തവനും പരിപൂർണനും കളങ്കമില്ലാത്തവനും നീതിമാനും പാപരഹിത നിർഗുണനും വേദാന്തവാക്യങ്ങളുടെ പൊരുളിലൂടെ മാത്രം അറിയാൻ കഴിയുന്നവനും നിഷ്ക്രിയനും നിരാകാരനും ദേവന്മാരാൽ സേവിക്കപ്പെടുന്നവനും നിഷ്കാമനും യോഗ്യമാരുടെ ഹൃദയം വാസസ്ഥാനമാക്കിയിട്ടുള്ളവനും അദ്വയനും അജനും നാശമില്ലാത്ത ആനന്ദത്തോടു കൂടിയവനും നാരായണനും വിദ്വാൻമാരുടെ മനസ്സാകുന്ന താമരപ്പൂവിന് വണ്ടായിട്ടുള്ളവനും മധുവൈരിയും സത്യജ്ഞാന സ്വരൂപനും സകലതിനും നാഥനും സനാതനനും
ജീവജാലങ്ങളുടെ ജീവനും സനകാദികളാൽ സേവിക്കപ്പെടുന്നവനും പരമാർത്ഥ ജ്ഞാനമാകുന്ന രൂപത്തോടു കൂടിയവനും സകല ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനും ഉണ്ട് എന്നുള്ള അവസ്ഥ മാത്രം ഉള്ളവനുമാണ്. അങ്ങയുടെ ഉദരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എൻ്റെ ജഡത്തിൽ വന്ന് കിടക്കാൻ അല്ലയോ ഭഗവാനെ എന്താണ് കാരണം? അറിവില്ലാത്ത എനിക്ക് ഭക്തന്മാർക്ക് അനുഭവമാകുന്ന ഭക്തി പാരവശ്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭർത്താവ്, പുത്രൻ, സമ്പത്ത്, കുലം എന്നിവരടങ്ങിയ ലൗകിക ദുഃഖമാകുന്ന സമുദ്രത്തിൽ മുഴുകി ഞാൻ നിത്യവും ചുറ്റിക്കറങ്ങുന്നു. അങ്ങയുടെ മഹാമായയുടെ ശക്തി കൊണ്ട് ഇന്ന് അങ്ങയുടെ പാദാംബുജം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ രൂപം എൻ്റെ പാപങ്ങൾ ഒടുങ്ങാനായി എൻ്റെ മനസ്സിൽ എപ്പോഴും കാണുമാറാകണം. ലക്ഷ്മീപതിയായ ലോകനാഥ, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതിൻ്റെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ. അലയോ ദേവേശ, അലൗകികമായ അങ്ങയുടെ വിഷ്ണുരൂപം മറ്റുള്ളവർ കാണും മുമ്പേ മറയ്ക്കണം. കാരുണ്യവാരിതെ, ലാളിക്കാനും ആലിംഗനം ചെയ്യാനും മറ്റും പറ്റിയ ബാലരൂപത്തെ എനിക്ക് കാണിച്ചു തരണം. പുത്രവാത്സല്യം എന്ന വ്യാജേന അങ്ങയെ പരിചരിച്ച് ദുഃഖപൂർണമായ സംസാര സമുദ്രം കടക്കാൻ എനിക്ക് അവസരമുണ്ടാക്കി തരണം. കൗസല്യ ഭക്തിപൂർവ്വം ഇങ്ങനെ വീണു വണങ്ങിക്കൊണ്ട് സ്തുതിച്ചപ്പോൾ ഭക്തവത്സരനായ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, ഭൗതിക്ക് ഇഷ്ടമായതെല്ലാം ഒരു വ്യത്യാസവുമില്ലാതെ വിചാരിച്ചതുപോലെ നടക്കും. ദുരഹങ്കാരിയായ രാവണനെ വധിച്ച് ലോകർക്കെല്ലാം സന്തോഷം നൽകുന്നതിന് ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാർ അപേക്ഷിച്ചതിനാൽ മനുഷ്യവംശത്തിൽ നിങ്ങളുടെ പുത്രനായി മനുഷ്യരൂപം സ്വീകരിച്ച് ഞാൻ ഭൂമിയിൽ ജനിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വളരെ കാലം നിങ്ങൾ എന്നെ ഭജിച്ചു. അത് നിമിത്തം ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ രൂപം കാട്ടിത്തന്നു. കിട്ടാൻ പ്രയാസമുള്ള എൻ്റെ ദർശനം മോക്ഷത്തിനുള്ള ഏകമാർഗമാണ്. ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ജനനമരണമാകുന്ന സംസാരത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ഉണ്ടാവുകയില്ല. എൻ്റെ ഈ രൂപം നിത്യവും ധ്യാനിച്ചു കൊള്ളുക, എങ്കിൽ മോക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നാം തമ്മിൽ നടന്ന ഈ സംഭാഷണം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് മരണസമയത്ത് എന്നെ സ്മരിക്കാൻ ഇടവരും. മരണാനന്തരം എന്നോട് സാരൂപ്യം പ്രാപിക്കാനും കഴിയും. മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞിട്ട് ശിശുരൂപം സ്വീകരിച്ച് കാലും കയ്യും കുടഞ്ഞ് കരയാൻ തുടങ്ങി. ഇന്ദ്രനീലം പോലെ ശോഭയുള്ള സുന്ദരനും പങ്കജലോചനനും പരമാനന്ദ സ്വരൂപനും ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്നവനുമായ മുകുന്ദൻ, അതായത് വിഷ്ണു, അങ്ങനെ ഭൂമിയിൽ അവതരിച്ചു. തനിക്ക് പുത്രനുണ്ടായി എന്ന വാർത്ത ദശരഥനെ ആനന്ദപരവശനാക്കി. പുത്രൻ്റെ ജനനവിവരം അറിയിച്ച ഭൃത്യന്മാർക്കെല്ലാം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി പലതും ദാനം ചെയ്തു. പുത്രൻ്റെ മുഖ കമലം കണ്ട് സന്തുഷ്ടനായ ദശരഥൻ കുളി കഴിഞ്ഞു വന്ന് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിൻ്റെ ജാതകർമ്മങ്ങളും തുടർന്ന് പല ദാനങ്ങളും ചെയ്തു. പിറ്റേ ദിവസം കൈകേയിക്ക് ഒരു ആൺകുട്ടിയും പിന്നീട് സുമിത്രയ്ക്ക് 2 ആൺകുട്ടികളും ജനിച്ചു. ശത്രുക്കൾക്ക് കാലനായ ദശരഥൻ ആ കുട്ടികൾക്കും യഥാവിധി ജാതകർമ്മങ്ങൾ നടത്തി. ജനങ്ങളെല്ലാം സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. സ്വർണം, രത്നങ്ങൾ, വസ്ത്രങ്ങൾ, ഗ്രാമങ്ങൾ തുടങ്ങി ധാരാളം ദാനങ്ങൾ ബ്രാഹ്മണർക്ക് നൽകി. രാമജനനം സ്വർഗത്തിലും മഹോത്സവമായിട്ട് ആഘോഷിച്ചു. ദേവേന്ദ്രൻ്റെ 1000 കണ്ണുകളും തെളിഞ്ഞു. എല്ലാ ലോകങ്ങളും പരമാത്മസ്വരൂപനായി ഇവനിൽ രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വസിഷ്ഠൻ ശ്യാമള നിറമുള്ള മനോഹരനായ ശിശുവിന് രാമൻ എന്ന് പേരിട്ടു. ഭരണനിപുണനാകുമെന്ന് ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയ വസിഷ്ഠൻ കൈകേയിയുടെ മകന് ഭരതൻ എന്ന് പേരിട്ടു. സുമിത്രയുടെ ഉത്തമ ലക്ഷണങ്ങളുള്ള ആദ്യത്തെ മകന് ലക്ഷ്മണൻ എന്നും പേര് നൽകി. ശത്രുവർഗത്തെ ഹനിക്കുന്നവനായി തീരും എന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ മകന് ശത്രുഘ്നൻ എന്ന് നാമകരണം ചെയ്തു. ഇങ്ങനെ 4 പുത്രന്മാർക്ക് നാമകരണവും അതിൻ്റെ ചടങ്ങുകളും നടത്തിയതിനു ശേഷം ദശരഥൻ പത്നിമാരോടുകൂടി സസന്തോഷം കഴിഞ്ഞു. ഇനി ബ്രഹ്മാവിൻ്റെ സ്തുതി എന്ന ഭാഗമാണ്. തൻ്റെ അവതാര ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ശ്രീരാമൻ മഹാപ്രസ്ഥാനം ആരംഭിച്ചു. അങ്ങനെ ധർമ്മമനുസരിച്ച് അഗ്നി ഏന്തിക്കൊണ്ട് ചിലർ മുമ്പേ നടന്നു, ചിലർ വേദമന്ത്രങ്ങൾ ഉരുവിട്ടു. സഹോദരന്മാർ, അമാത്യന്മാർ, പുരാങ്കനമാർ, പൗരന്മാർ, രാക്ഷസന്മാർ, വാനരന്മാർ, അയോധ്യയിലെ ജനങ്ങൾ, പക്ഷികൾ, പശുക്കൾ, മൃഗങ്ങൾ മുതലായവരെല്ലാം രക്ഷിതാവായ ശ്രീരാമനെ അനുഗമിച്ചു. നമുക്ക് ഇതിൽ പരം ഒരു ഭാഗ്യമില്ല എന്ന് സകല ജീവികളും കരുതി. അങ്ങനെ ശ്രീരാമദേവനോടൊപ്പം എല്ലാവരും ഐശ്വര്യപൂർണമായ സരയൂ നദീ തീരത്തെത്തി. അവിടെ ബ്രഹ്മാവ് വന്നിട്ട് സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ ബ്രഹ്മാവിൻ്റെ സ്തുതി എന്ന ഭാഗത്ത് കേൾക്കുന്നത്. ഇതൊരുവിധ രാമായണത്തിൻ്റെ ഒരു ചുരുക്കമാണെന്ന് പറയാം. നമ്മൾ ഭാഗവതത്തിൽ, ശ്രീമദ് ഭാഗവതത്തിലുണ്ടല്ലോ 13-ാമത്തെ അധ്യായം, ഭാഗവതത്തിൻ്റെ ഒരു രത്ന ചുരുക്കമാണ്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ രാമായണം വായിക്കുന്ന ഒരുവിധ എല്ലാ ഭാഗങ്ങളും ഈ ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് നോക്കാം.
പരമാത്മസ്വരൂപനും സകല ജഗന്മയനും സനാതനനുമായ ശ്രീരാമൻ ലോകം മുഴുവൻ നിറഞ്ഞ വൈഷ്ണവ തേജസ്സോടെ തരയൂ നദീതീരത്ത് 4.5 നാഴിക നേരം നിന്നു. ഒരു നാഴിക പറയുമ്പോൾ 24 മിനിറ്റാണ്. അപ്പോൾ വിമാനങ്ങളിൽ കയറിയ ദേവന്മാരോടൊന്നിച്ച് ബ്രഹ്മാവ് അവിടെ എത്തി. ശ്രീരാമനെ ഭക്തിപൂർവ്വം ഇങ്ങനെ സ്തുതിച്ചു: ഭക്തന്മാർക്കെല്ലാം മോക്ഷം കൊടുക്കുന്ന നാഥ ജയിച്ചാലും, പാൽക്കടൽ നടുവിൽ പള്ളി കൊള്ളുന്ന നാഥ ജയിച്ചാലും, താമരയ്ക്കകത്ത് എന്നെ സൃഷ്ടിച്ച നാഥ ജയിച്ചാലും, പോരുണ്ണു വന്ന മധുവിനെയും കൈടവനെയും കോപത്തോടെ ജയിച്ച നാഥ ജയിച്ചാലും, ആ അസുരന്മാരുടെ മേധസ്സുകൊണ്ട് തന്നെ ഭൂമി, അതായത് മേദിനി മണ്ഡലം സൃഷ്ടിച്ച നാഥ ജയിച്ചാലും, എന്നെക്കൊണ്ട് ഭൂമിയിൽ സകല ജീവികളെയും സൃഷ്ടിപ്പിച്ച പരമാത്മാവെ ജയിച്ചാലും, കാലമെത്തുമ്പോൾ പ്രപഞ്ച സംഹാരത്തിനു വേണ്ടി നീലലോഹിതനായ ശ്രീ പരമേശ്വരനായി വരുന്ന നാഥ ജയിച്ചാലും, സത്യവ്രതൻ എന്ന രാജാവിനെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി മത്സ്യരൂപം സ്വീകരിച്ച രാഘവ ജയിച്ചാലും, മന്ദരപർവ്വതം ഉയർത്തുവാൻ ആമയായി അവതരിച്ച് ഇന്ദ്രാദികളെ രക്ഷിച്ച നാഥ ജയിച്ചാലും, ഹിരണ്യാക്ഷനെ കൊല്ലുന്നതിന് പന്നിയായി അവതരിച്ച് ഭൂമിദേവിയെ രക്ഷിച്ച നാഥ ജയിച്ചാലും, ഹിരണ്യകശിപു എന്ന അസുരേന്ദ്രനെ കൊല്ലാൻ നരസിംഹരൂപം സ്വീകരിച്ച നാഥ ജയിച്ചാലും, 3 ലോകവും മഹാബലിയോട് അപേക്ഷിച്ചു വാങ്ങി 3 അടിയായി അളന്ന വാമനമൂർത്തി ജയിച്ചാലും, ദുഷ്ടരായ രാജാക്കന്മാരെ വധിക്കാൻ പരശുരാമനായി അവതരിച്ച നാഥ ജയിച്ചാലും, ഇപ്പോൾ രാവണവധത്തിനു വേണ്ടി രാമനായി അവതരിച്ച് ദേവകളെ സംരക്ഷിച്ച നാഥ ജയിച്ചാലും, ഭാവിയിൽ വസുദേവപുത്രനായ ബലരാമനായി പിറന്ന് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ദേവതീകാന്ത ജയിച്ചാലും, ഇനി ദേവകിയുടെ പുത്രനായ കൃഷ്ണനായി പിറന്ന് ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്ന നാഥ ജയിച്ചാലും, കലികാലത്ത് ഗംഗിയായി ജനിച്ച് വാളുമേന്തി ദുഷ്ടവധം നടത്തുന്ന നാഥ ജയിച്ചാലും, സമ്പൂർണനായ അങ്ങയുടെ തത്വം മനസ്സിലാക്കാൻ ആർക്കും കഴിയുകയില്ല. അങ്ങ് തന്നെ സദ്ഗുരു രൂപത്തിൽ വന്ന് ഭേദഭാവന ഇല്ലാതാകും വണ്ണം സത്യമായ വസ്തു കാണാനുള്ള ഉപദേശം മോക്ഷമടയാറായവനും ഭക്തനുമായി ശിഷ്യന് നൽകിയാൽ അങ്ങയുടെ തത്വം മനസ്സിലാക്കാൻ കഴിയും. സകല ജീവികൾക്കുള്ളിലും സുഖബോധകമായ ജീവാത്മാവായി വർത്തിക്കുന്ന പരമാത്മാവിനെ മനസ്സിലാക്കി വാഴ്ത്തുവാൻ കഴിയില്ല. ലോകനാഥനായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പുരുഷോത്തമ അങ്ങ് ജയിച്ചാലും, ഇക്കാലത്ത് അയോധ്യയിൽ ദശരഥപുത്രനായി രാമനായി അവതരിച്ച രാമ ജയിച്ചാലും, ലോകരക്ഷയ്ക്ക് വേണ്ടി ലക്ഷ്മണനോടുകൂടി വിശ്വാമിത്രനോടൊപ്പം പോയ രാഘവ ജയിച്ചാലും, കാട്ടിലെത്തിയ ശേഷം വിശ്വാമിത്രൻ പറഞ്ഞതനുസരിച്ച് താടകയെ വധിച്ച രാഘവ ജയിച്ചാലും, വേഗം സിദ്ധാശ്രമത്തിലെത്തി കൗശികന്റെ യാഗം സംരക്ഷിച്ച നാഥ ജയിച്ചാലും, വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയതിനു ശേഷം പോയി ശൈവജാപം ഖണ്ഡിച്ച നാഥ ജയിച്ചാലും, സീതയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ വഴിമധ്യത്തിൽ തടഞ്ഞ പരശുരാമനെ ജയിച്ച രാമ ജയിച്ചാലും, ബന്ധുക്കളോടുകൂടി അയോധ്യയിലെത്തി 12 വർഷം ആനന്ദത്തോടെ വസിച്ച രാമ ജയിച്ചാലും, അഭിഷേകം നടത്താൻ പിതാവ് വേണ്ടതെല്ലാം ഒരുക്കിയപ്പോൾ അമ്മയായ കൈകേയി അത് മുടക്കി. തുടർന്ന് സീത, ലക്ഷ്മണൻ എന്നിവരോടുകൂടി വനത്തിലേക്ക് പോയി. ചിത്രകൂടാചലത്തിൽ വസിക്കുന്ന കാലത്ത് പിതാവിൻ്റെ ചരമവാർത്തയറിഞ്ഞ് ദുഃഖത്തോടെ ശേഷക്രിയ ചെയ്ത രാഘവ ജയിച്ചാലും, ഭരതനെ ആശ്വസിപ്പിച്ച് രാജ്യഭരണ ചുമതലയെല്ലാം ഏൽപ്പിച്ച് യാത്രയാക്കിയതിനു ശേഷം ദണ്ഡകാരണ്യത്തിലെത്തി ദുഷ്ടനായ വിരാതനെ കൊന്ന് മുനികളെ വന്ദിച്ച നാഥ ജയിച്ചാലും, താപസനായ സുധിഷ്ണനെ വന്ദിച്ചിട്ട് ശോഭയേറിയ അഗസ്ത്യാശ്രമത്തിലെത്തി താപസോത്തമനായ അഗസ്ത്യൻ നൽകിയ അമ്പും വില്ലും സ്വീകരിച്ച് ഗൗതമി നദീതീരത്ത് ചെന്ന് ലക്ഷ്മണൻ നിർമ്മിച്ച പർണാശ്രമത്തിൽ സീത, ലക്ഷ്മണൻ എന്നിവരോടുകൂടി സുഖമായി കഴിഞ്ഞ നാഥ ജയിച്ചാലും, തന്നെ കാമിച്ചു വന്ന ശൂർപ്പണഖയുടെ മൂക്കും മുലയും ഛേദിച്ചതിൽ ക്രുദ്ധനായി 14,000 പടയുമായി യുദ്ധത്തിനെത്തിയ കരനെ കൊന്നിട്ട് പൊന്മാനായി വന്ന മാരീചന്റെ പിന്നാലെ മോഹവശനായി പിന്തുടർന്നു പോയ സമയം രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ വിവരം ദുഃഖത്തോടെ അറിയിച്ച ശേഷം മരിച്ച ജടായുവിന് ശേഷക്രിയകൾ നടത്തി. അനന്തരം ശക്തനായ കബന്ധന് മോക്ഷം നൽകിയിട്ട് ശബരിക്ക് വരം കൊടുത്തു. പമ്പാതീരത്തിലൂടെ നടക്കുമ്പോൾ ഹനുമാനെ കണ്ടുമുട്ടി. ഹനുമാനെ സുഗ്രീവനുമായി സഖ്യം ചെയ്യിപ്പിച്ച് ബാലിയെ വധിച്ചതിന് ശേഷം ദുഃഖത്തോടെ ചാതുർമാസ്യം അനുഷ്ഠിച്ച രാഘവ ജയിച്ചാലും, സീതാന്വേഷണത്തിനായി വാനരവീരന്മാരെ 4 ദിക്കിലേക്കും അയച്ചു. സീതയ്ക്ക് നൽകാൻ അങ്കുലീയം ഹനുമാനെ ഏൽപ്പിച്ചു. ഹനുമാൻ അംഗദാദികളോടൊത്ത് തെക്കേ ദിക്കിലേക്ക് തിരിച്ചു. അവർ പാതാളത്തിൽ പോയി സ്വയംപ്രഭയെ കണ്ട ശേഷം സന്തോഷത്തോടെ കടൽ തീരത്തെത്തി. സമ്പാതി പറഞ്ഞതനുസരിച്ച് ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ കയറി കടൽ ചാടിക്കടന്ന് ലങ്കയിലെത്തി. സീതാദേവിയെ കണ്ട് അങ്കുലീയം ഏൽപ്പിച്ചു. ചൂടാരത്നവും വാങ്ങി. രാവണന്റെ ഉദ്യാനം തകർത്തു. അഹങ്കാരത്തോടെ പോരിനെത്തിയ രാക്ഷസവീരന്മാരെയും
രാവണപുത്രനായ അശ്വകുമാരനെയും കൊന്നിട്ട് രാവണനെ കണ്ട് വൃത്താന്തമെല്ലാം അറിയിച്ചു. അനന്തരം ലങ്ക ദഹിപ്പിച്ചിട്ട് കടൽ കടന്ന് സന്തോഷത്തോടെ അംഗദൻ മുതലായവരോടുകൂടി തിരിച്ചെത്തി കണ്ടേൻ ദേവിയെ എന്ന് പറഞ്ഞ ഹനുമാനെ ഗാഠാലിംഗനം ചെയ്തിട്ട് സീതാദേവിയെക്കുറിച്ചുള്ള ചിന്തയിൽ ലയിച്ചിരുന്ന രാഘവ ജയിച്ചാലും. നല്ല മുഹൂർത്തത്തിൽ വലിയ വാനരപ്പടയോടുകൂടി യുദ്ധത്തിനു പുറപ്പെട്ട രാഘവ ജയിച്ചാലും. തെക്കേ കടലിൻ്റെ വടക്കേ തീരത്ത് ചിന്താധീനനായി തന്നെ വന്നു കണ്ട വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തു വാഴിച്ച നാഥ ജയിച്ചാലും. വരുണൻ വഴി നൽകിയില്ല. അപ്പോൾ വില്ലു വാങ്ങി ശരം തൊടുത്തപ്പോൾ ഭയപ്പെട്ട വരുണൻ നളനെ കൊണ്ട് ചിറകെട്ടിച്ചു കൊള്ളുക, ഞാൻ വഴി തരാം എന്ന് പറഞ്ഞു. രാമേശ്വരനെ പ്രതിഷ്ഠിച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് നളം നിർമ്മിച്ച തിറയിലൂടെ വാനരപ്പടയോടുകൂടി മറുകരയിലെത്തി. രാക്ഷസ രാജാവായ രാവണനെ കൊന്ന രാഘവ ജയിച്ചാലും. അനന്തരം വിഭീഷണനെ ലങ്കാധിപതിയായി വാഴിച്ച നാഥ ജയിച്ചാലും. അഗ്നിപരീക്ഷയിൽ ജയിച്ചു വന്ന സീതാദേവിയെ പത്നിയായി സ്വീകരിച്ച രാഘവ ജയിച്ചാലും. സീത, സഹോദരനായ ലക്ഷ്മണൻ, വാനരപ്പട, രാക്ഷസപ്പട എന്നിവരോടുകൂടി നന്ദിഗ്രാമത്തിൽ വന്നിറങ്ങി ഭരതനെ സന്തോഷിപ്പിച്ച് ആലിംഗനം ചെയ്ത രാഘവ ജയിച്ചാലും. താപസന്മാർ, രാക്ഷസന്മാർ, വാനരശ്രേഷ്ഠർ, ദുഃഖമാകുന്ന സഹോദരന്മാർ, ബ്രാഹ്മണർ തുടങ്ങി രാജ്യവാസികൾ എന്നിവരോടും സീതാദേവിയോടും കൂടി അയോധ്യയിലെത്തി അഭിഷേകം നടത്തി ബന്ധുക്കളോടൊന്നിച്ച് സന്തോഷത്തോടെ രാജ്യഭരണം നടത്തിയ നാഥ ജയിച്ചാലും. അഗസ്ത്യൻ പറഞ്ഞ് രാക്ഷസോൽപത്തികളെല്ലാം മനസ്സിലാക്കിയ രാഘവ ജയിച്ചാലും. അപവാദശങ്ക നിമിത്തം സീതയെ ഉപേക്ഷിച്ച ദുഃഖം ഉള്ളിൽ മറച്ചു വെച്ചിരുന്ന നാഥ ജയിച്ചാലും. സീതാദേവിയുടെ സ്വർണ്ണ വിഗ്രഹം നിർമ്മിച്ചു വെച്ച് യാഗങ്ങൾ ഓരോന്നും മുറക്കി നടത്തി വലിയ കീർത്തി നേടിയ നാഥ ജയിച്ചാലും. അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം നടത്തി ദാനധർമ്മങ്ങൾ ചെയ്ത് വധിച്ച നാഥ ജയിച്ചാലും. വാൽമീകിയുടെ സൗമ്യശീലരായ ശിഷ്യന്മാർ പാടിയ രാമായണ കാവ്യം കേട്ട് സന്തോഷിച്ച നാഥ ജയിച്ചാലും. സത്യം രക്ഷിക്കുന്നതിനു വേണ്ടി ലക്ഷ്മണനെ ഉപേക്ഷിച്ച് ദുഃഖിതനായി വസിച്ച നാഥ ജയിച്ചാലും. സീതാദേവിയുടെ പുത്രന്മാരായ കുശനെയും ലവനെയും ഓരോരോ രാജ്യത്തിൽ രാജാക്കന്മാരായി വാഴിച്ച നാഥ ജയിച്ചാലും. സഹോദരന്മാർ, മന്ത്രിമാർ, രാക്ഷസന്മാർ, അയോധ്യാവാസികൾ എന്നിവരോടുകൂടി സരയൂ നദീതീരത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീരാമ, രാഘവ അങ്ങ് ജയിച്ചാലും. രാമ, സീതാപതേ, രഘുപതേ, രാവണാന്തക, ഹരേ നാരായണ, ലക്ഷ്മീപതേ, ലോകൈകനാഥ, കൃപാനിധേ, പരമാനന്ദമൂർത്തേ, പരമാത്മസ്വരൂപ, പരബ്രഹ്മമേ, പരംപുരുഷ അങ്ങയ്ക്ക് നമസ്കാരം. ബ്രഹ്മദേവൻ ഇങ്ങനെ മധുരമായി സ്ഫുടമായ ഭാഷയിൽ സ്തുതിച്ചപ്പോൾ ശ്രീരാമൻ അരുളി ചെയ്തു, എന്നോടൊന്നിച്ചു വരുന്ന ജനങ്ങൾക്കെല്ലാം സ്വർഗലോകം നൽകണം. ഇത് കേട്ട ബ്രഹ്മാവ് പറഞ്ഞു, എങ്കിൽ ഈ സരയൂ നദിയിൽ ഒഴുകുവിൻ. വാനരശ്രേഷ്ഠന്മാർ അവരവരുടെ ഉൽപ്പത്തിക്ക് കാരണക്കാരായ ദേവന്മാരിൽ ലയിച്ചു. മറ്റുള്ള സകലരും സരയൂ നദിയിൽ മുങ്ങി പൂർവ്വദേഹം ഉപേക്ഷിച്ച് ദിവ്യരൂപം കൈവരിച്ച് ദേവലോകത്തേക്ക് പോയി. ശ്രീരാമനും അനുജന്മാരും വിഷ്ണുലോകത്തെത്തി അമരന്മാരായി. മനുഷ്യർ, രാക്ഷസന്മാർ, പക്ഷികൾ, മൃഗങ്ങൾ, ദേവന്മാർ, ഉറുമ്പുകൾ എന്നിവരെല്ലാം ശ്രീരാമസ്വാമിയുടെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലെത്തി സുഖമായി വസിച്ചു. ദേവകൾ, സനകാദി മഹർഷിമാർ, ബ്രഹ്മാവ് എന്നിവരാൽ സേവിതനായി ലക്ഷ്മീദേവിയോടും ഭൂമിദേവിയോടും കൂടി യോഗേശ്വരനായ വിഷ്ണു അനന്തശയ്യയിൽ യോഗനിദ്രയിൽ മുഴുകി. രാമനാമം ജപിക്കുന്ന ജനങ്ങൾക്കെല്ലാം രാമസായുജ്യം ലഭിക്കുമെന്ന കാര്യം നിശ്ചയമാണ്. ലോകത്തിലുള്ള അജ്ഞാനികൾക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ രാമായണ കഥ പറഞ്ഞു തീർത്തു. ഇത് വായിച്ച സജ്ജനങ്ങൾ എന്നെ അനുഗ്രഹിക്കും. ദുർജനങ്ങൾ ദോഷം കണ്ടുപിടിച്ച് നിന്ദിച്ചാൽ അത് വകവയ്ക്കേണ്ട. ശ്രീരാമചന്ദ്രസ്വാമി എപ്പോഴും ശ്രീ മഹാലക്ഷ്മിയോടൊപ്പം എൻ്റെ ഉള്ളിൽ വസിക്കണം. അതിനുവേണ്ടി ഞാൻ ഭഗവാനെ വന്ദിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് കിളിമകൾ വിരമിച്ചു. എല്ലാവരും വലിയ ഭക്തിയോടുകൂടി വസിച്ചു. ഇതോടുകൂടി രാമായണ പാരായണം സമ്പൂർണ്ണമായി നമ്മൾ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.